ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായില്ലേ? ഇനി നിങ്ങൾ 2 A4 ഷീറ്റ് എടുക്കാനുണ്ടെങ്കിൽ നമുക്കൊരു ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാം. ഫസ്റ്റ് ഒരു A4 ഷീറ്റ് എടുക്കുക. എന്നിട്ട് എൻ്റെ വാട്ടർ കളറേ ഉള്ളൂ, നിങ്ങളതിൽ സ്കെച്ചോ കളർ പെൻസിലോ അങ്ങനെ എന്തുണ്ടെങ്കിലും എടുക്കാം. അതിനുശേഷം ഇത് ഞാൻ കാണിക്കുന്നത് പോലെ തന്നെ ഇതേപോലെ വരച്ചു കൊടുക്കുക. എൻ്റെ വെള്ളം കൂടിപ്പോയെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഞാൻ എന്തിൽ തൊട്ടാലും അത് കൂടിപ്പോയേ ഉള്ളൂ. ഗൈസ്, ഇതേപോലെ ഒരു വളഞ്ഞും വളഞ്ഞും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം വരച്ചെടുക്കുക. ഇനി അത് തിരിച്ച് ഒന്നും കൂടെ വരച്ചെടുക്കുക. പേപ്പർ ഫുള്ളും അതേപോലെ ചെയ്തെടുക്കുക. ഇനി ഈ ഒരു പേപ്പർ നമുക്ക് ഒന്ന് മടക്കി കൊടുക്കുക. 4ആയിട്ട് മടക്കി കൊടുക്കണം. അപ്പോൾ 4ആയിട്ടൊന്ന് മടക്കി കൊടുക്കുക. ഞാൻ ഇവിടെ 4ആയിട്ട് മടക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് നിവർത്തിയതിന് ശേഷം ഇത് ആ ഒരു അടയാളം കാണുന്നില്ല, അത് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ എല്ലാ പീസും കൂടെ ഒരുമിച്ച് വെച്ച് ലെവലാക്കി എടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു അറ്റം ഭാഗത്ത് നമ്മുടെ ഫെവിക്കോൾ കുട്ടിനെ തേച്ച് പിടിപ്പിക്കാം. അതിന് ശേഷം ഇതൊന്ന് ഉണങ്ങാൻ വെക്കുക ഗൈസ്. അപ്പോൾ അത് ഉണങ്ങിയതിന് ശേഷം എൻ്റെ ഇരുന്ന് സ്റ്റിക്കർ എടുത്ത് ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതണമെങ്കിൽ എഴുതാം. ഇതിൻ്റെ പേരാണ് മെമോ പാഡ് ഗൈസ്. എന്തെങ്കിലും ഹോംവർക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ മറന്നു പോകാതിരിക്കാൻ ഇതിൽ എഴുതി വയ്ക്കാം. അതാണ് നമ്മുടെ മെമോ പാഡ്. ഇനി അടുത്തത് നമുക്ക് നെയിം സ്ലിപ്പ് ചെയ്യാം. അപ്പോൾ ഒരു A4 ഷീറ്റ് എടുത്ത് നമ്മൾ നേരത്തെ 4ആയിട്ട് മടക്കിയതുപോലെ ഇതേപോലെ മടക്കി കൊടുക്കുക. ഇനി അത് നിവർത്തിയെടുത്തിട്ട് ആ ലൈനൊക്കെ ഇങ്ങനെ അടയാളം കാണുന്ന ആ ഭാഗത്തെല്ലാം നമ്മൾ ഇതേപോലെ ബോർഡർ ഒരു വര എടുത്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഈ ലെവലായിട്ടൊന്നും കിട്ടില്ല കേട്ടോ. ഞാൻ വാട്ടർ കളർ ബ്രഷ് വെച്ച് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ലെവലായിട്ടൊന്നും കിട്ടില്ല. അപ്പോൾ നിങ്ങൾ സ്കെച്ച് ഉണ്ടെങ്കിൽ സ്കെച്ച് എടുക്കുക. എൻ്റെ വാട്ടർ കളറേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇതേപോലെ എല്ലാ സ്ഥലവും ഇതേപോലെ ഇങ്ങനെ ബോർഡറാക്കി നമ്മുടെ നെയിം സ്ലിപ്പിൻ്റെ രീതിയിൽ വരച്ചു കൊടുക്കുക. ഇനി ക്യൂട്ടായിട്ട് എന്തെങ്കിലും ആപ്പിളോ ബ്ലൂബെറിയോ അങ്ങനെ എന്തെങ്കിലും വരച്ചു കൊടുക്കാൻ. ഞാൻ ബ്ലൂബെറിയാണ് വരയ്ക്കുന്നത്. ഇതിങ്ങി ബ്ലൂബെറി ആണോ അതോ മൽബറി ആണോ എന്ന് അല്ലാഹുവിനറിയാം ഗൈസ്. അപ്പോൾ ഞാൻ ഇത് ബ്ലൂബെറി വരച്ചു കൊടുക്കുകയാണ് നമ്മുടെ നെയിം സ്ലിപ്പിൻ്റെ ഒരു അറ്റം ഭാഗത്ത്. അതേപോലെ എല്ലാ ആ ഒരു ബോർഡേഴ്സിൻ്റെ അറ്റം ഭാഗത്ത് ഇതേപോലെ കുറച്ച് പടം ക്യൂട്ടായിട്ട് എന്തെങ്കിലും വരച്ചു കൊടുക്കുക. ഇനി ഇതിനകത്ത് നമ്മുടെ നെയിം, ക്ലാസ്, സ്കൂള്, റോൾ നമ്പർ ഇത്രയും മതി. വേറെ ഒരു അഡ്രസ്സ് ഇതിനകത്ത് എഴുതി ചേർക്കണ്ട. ഇത്രയേ എഴുതി അങ്ങോട്ട് പിടിപ്പിക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതെല്ലാം എൻ്റെ അനിയത്തി ജുമോസിൻ്റെ ബുക്സിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വൈനലിലൊക്കെ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടും കാണാം. ബായ്.